റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലബാർ ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ളയിൽ വഴിമുട്ടി നിയമ നടപടി. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് 100 പവനിലേറെ സ്വർണം തട്ടിയെടുത്ത മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദൻ ഇപ്പോൾ ഒളിവിൽ പോയിട്ട് 4 മാസമായി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് 1 മാസമായിട്ടും പ്രതിയെ പോലീസ് പിടികൂടിയിട്ടില്ല. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്രയും വലിയൊരു കളവ്, ഏകദേശം 101 കോടിയിലധികം രൂപയുടെ സ്വർണം പല ക്ഷേത്രങ്ങളിൽ നിന്നും മോഷ്ടിച്ചു പോയ ഒരാളെ പറ്റിയുള്ള അന്വേഷണത്തിനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികളോ സ്വീകരിക്കുന്നതിൽ വലിയൊരു മെല്ലെപ്പോക്ക് നയമുണ്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങളെ അറിവിൽ ബാലുശ്ശേരിയുള്ള ഒരു ക്ഷേത്രത്തിലെ FIR ആണ്. ആ FIRൽ വളരെ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പം വളരെ കൃത്യമായി തന്നെ വന്ന് കീഴടങ്ങാൻ പറഞ്ഞതാണ്. വളരെ കർശനമായ രീതിയിൽ ജാമ്യം കൊടുക്കാതെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹത്തെ കണ്ടെത്താനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, എല്ലാവരും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ പോയപ്പോൾ ഈ പാവം മലബാർ ദേവസ്വം ബോർഡിലെ 100 പവന്റെ കാര്യം എല്ലാവരും മറന്നു. പക്ഷേ ആ കേസിലെ പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. പോലീസ് പിടികൂടിയിട്ടില്ല, രാജ്യം വിട്ടിട്ടില്ലെന്നൊക്കെ പോലീസ് പറയുന്നു. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ മലബാർ ദേവസ്വത്തിലെ കൊള്ളയും? എന്നിട്ടും പ്രതിയെ പിടികൂടാനാവാത്തത് എന്താണ്? ഇയാൾ എവിടെയുണ്ടെന്ന് ഒരു സൂചനയും കിട്ടുന്നില്ലേ സിനോജ്? ഹരികുമാർ, ഗുഡ് മോർണിംഗ്. അതായത് കോടതിയുടെ മേൽനോട്ടമില്ലെങ്കിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു സ്വർണ്ണക്കൊള്ള കേസിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലബാർ ദേവസ്വം ബോർഡിൽ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായിട്ട് മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു, ഒളിവിൽ കഴിയുന്നു. പക്ഷേ ഏറ്റവും കൗതുകരമായ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം 10ലധികം ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തു. അതിൽ 2 ക്ഷേത്രങ്ങളിലെ കണക്കുകൾ മാത്രമാണ് കൃത്യമായി അദ്ദേഹം കൈമാറിയത്. സ്ഥലമാറി പോകുമ്പോൾ തൊട്ട് പിന്നാലെ വരുന്ന ഉദ്യോഗസ്ഥന് അവിടുത്തെ വഴിപാടായി ലയിച്ച സ്വർണത്തിന്റെ കണക്കൊക്കെ നൽകേണ്ടതാണ്. പക്ഷേ അതൊന്നും നൽകാതെ അവിടുത്തെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ ടി വിനോദൻ പോയത്. പക്ഷേ അത്രയും കാലം ദേവസ്വം ബോർഡ് ഇത് അറിഞ്ഞിട്ടും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഇതൊരു പരാതിയായി എടുത്ത ഘട്ടത്തിലാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വ്യാപകമായി പരാതികൾ വന്നത്. അങ്ങനെ ബാലുശ്ശേരി കോട്ട ക്ഷേത്ര അധികൃതർ നൽകിയ പരാതിയിൽ ബാലുശ്ശേരി പോലീസ് കേസെടുത്തു. ആ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ടി വിനോദൻ ഹൈക്കോടതിയിൽ നൽകിയത്. ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ വന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഇതുവരെ ഹാജരായിട്ടില്ല. പോലീസ് പറയുന്നത് ടി വിനോദിന് പാസ്പോർട്ട് ഇല്ല, അതുകൊണ്ട് വിദേശത്തേക്ക് കടന്നു പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ചെന്നൈയിലുണ്ട്. അവിടെയൊക്കെ തന്നെ അന്വേഷിച്ചെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറയുന്നു. ഏതായാലും 100 പവനിലേറെ സ്വർണ്ണമാണ് ടി വിനോദൻ അടിച്ചു മാറ്റിയത്. അതിൽ ഒരു തരി സ്വർണം പോലും പിടിച്ചെടുക്കാൻ പോലീസിനോ ദേവസ്വം ബോർഡിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അരുകുമാർ, താങ്ക് യു സിനോജ്, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലബാർ ദേവസ്വം ബോർഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കേട്ടോ, അല്ലെങ്കിൽ മുരാരി ബാബുവാണ് ഈ വിനോദൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടിച്ചുമാറ്റിയത് 1 2 അല്ല, 100 പവൻ. മലബാർ ദേവസ്വം ബോർഡിൽ 100 പവൻ അടിച്ചുകൊണ്ടുപോയി ടി വിനോദനെ ആരും അന്വേഷിക്കുന്നുമില്ല, ആർക്കും ചർച്ചയും ചെയ്യേണ്ട, നിയമസഭയിൽ ഉന്നയിക്കേണ്ട ആവശ്യവുമില്ല. സ്വർണ്ണക്കൊള്ളയിലേക്ക് ശബരിമലയിൽ മാത്രമാണ് ശ്രദ്ധ. സാർ, ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരുടെയൊക്കെ കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് നിയമസഭാ സാമാജികരോടും പറയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രഭയിൽ അഥവാ പ്രഭ മങ്ങിയതിൽ അങ്ങ് മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളുടെ 100 പവൻ കവർന്ന സ്വർണം മാഞ്ഞു പോകരുത്.